ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മന്ത്ലി ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഷോപ്പിംഗ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു പുതിയ റൂമിലോട്ട് മാറിയത്. അപ്പോൾ നമുക്ക് കുറച്ച് അധികം സാധനങ്ങൾ വേണ്ടി വന്നു. ഒരു 1 ഇയർ അജുക്ക ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അജുക്കയുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും വാങ്ങിയില്ല. പിന്നെ അപ്പോൾ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി വാങ്ങാമെന്നുള്ള രീതിയിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഡിമാർട്ടിൽ പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. കാരണം അവിടെ ഇപ്പോൾ കുറച്ചുകൂടി പ്രൈസിൽ ഡിസ്കൗണ്ട് അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ബില്ല് ഇതാണ്. കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ ആവശ്യപ്പെട്ട സാധനങ്ങളാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് അരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഷോപ്പിംഗ്, അതുപോലെ എന്തൊക്കെ ചെയ്തു എന്നുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കാണിക്കുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സാണ്. ഈ ഒരു ബോക്സ് എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ ഇട്ട് വയ്ക്കാനേ. അപ്പം അങ്ങനത്തെ ബോക്സുകൾ ഇപ്പോൾ കുറവാണ്, കുറേയൊക്കെ നശിച്ചുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവിടെ ഞാൻ പറയില്ല, അത്യാവശ്യം നല്ല റേറ്റ് കുറവിലാണ് സാധനങ്ങൾ കിട്ടുന്നത്. ഇത് നമുക്ക് വന്നിട്ട് ഇത് നമ്മൾ അടുത്ത കണ്ടേ. ഓക്കെ ഇതിൽ 999 ആണ് ഈ ഒരു 3 പാക്ക് കിട്ടിയത്. ഇതിൻ്റെ ഉള്ളിൽ 3 എണ്ണം ഉണ്ട്. കാണിച്ചു തരാം. നല്ലതാണ്. ഞാൻ അടിയിലൊന്ന് നോക്കിയപ്പോഴേ 130 കണ്ടു. ആക്ച്വലി 130 ആണ് ഇതിൻ്റെ പ്രൈസ്. നമുക്ക് ഓഫറിൽ 999 കിട്ടി. അങ്ങനത്തെ ഒരു ബോക്സ്. ഇതിനുള്ള വീണ്ടും 2 ബോക്സ് ഉണ്ട് കേട്ടോ. ഇത് വേറെ ബോക്സ് ഞാൻ അരി ഇടാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ബാക്കി നമുക്ക് എന്തെങ്കിലും ഇടാം. രണ്ടാമത്തെ ബോക്സ് പിടിച്ചാൽ മാറും. പിന്നെ ഇത് വന്നിട്ട് 3ാമത്തെ ബോക്സ്. നല്ല രസമല്ലേ? ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ മെയിനായിട്ട് ഞാൻ വലിയ പാത്രം കണ്ട് വാങ്ങിയത് അരി ഇടാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സെഷൻ എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഞാൻ ഒരു ബാഗ് വാങ്ങിച്ചു. ഇത് ആക്ച്വലി നമ്മളെ ലഞ്ച് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗില്ലേ, അതാണ്. കാരണം ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ കൊണ്ടുപോകണം ഓഫീസിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ പാത്രം ഉണ്ട്, പക്ഷേ അത് പഴയ പാത്രമാണ്. ഞാൻ പുതിയൊന്ന് വാങ്ങിച്ചു. പുതിയ പാത്രം വാങ്ങിച്ചു മനസ്സിലാട്ടോ. ഇതൊരു ഗ്ലാസിൻ്റെ ഒരു ലഞ്ച് ബോക്സ് ആണ്. ഇതിന് 999 ആണ് വന്നിട്ടുള്ളൂ. ഇതിൽ ഞാൻ വിചാരിക്കുന്നു റൈസും ഉണ്ടാകും, എന്തെങ്കിലും ചെറിയൊരു കറി ഉണ്ടാകാം, അങ്ങനത്തെ ഇതിലായിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ ഇത്ര റൈസൊക്കെ കഴിക്കുള്ളൂ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ് കേട്ടോ, ഗ്ലാസ്സാണ്. പിന്നെ വന്നിട്ട് ഇത് കറി കൊണ്ടാൻ വേണ്ടി വാങ്ങിയത്. ഇതേപോലത്തെ ഗ്ലാസിൻ്റെ ഒരു ഇതാണ്. സെറ്റ് ചെയ്യാവുന്നല്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് വാങ്ങിയത് ഈ ഒരു ബാഗാണ്. ഈ ബാഗ് നമുക്ക് ഈ ഫുഡ് ഇങ്ങനെ ഇട്ടിട്ട് പോകാനില്ലേ, അതിന് വേണ്ടി വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ കയറ്റി വെച്ചിട്ടാണ് വന്നത്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ചില്ലി ഫ്ലേക്സ്. എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ മിക്സി ഇല്ല. അപ്പം ഞാൻ സാധാ ചില്ലി വാങ്ങിയാൽ മതി വിചാരിച്ചു, പക്ഷെ മിക്സി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടല്ല. അപ്പം ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇത് അജുക്കൊക്കെ എന്തോ ഒരു ഇത് ബാറ്ററി വാങ്ങിച്ചെന്തോ. പിന്നെ ഇത് ബാഗ്, ഇത് ഫുഡ് കൊണ്ടുപോകുന്ന ബാഗാണ്. പിന്നെ വാങ്ങിച്ചത് ഇങ്ങനത്തെ കടല വാങ്ങിച്ചേ. കടല ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനത്തെ കടല ഇടുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അപ്പം അതിനുവേണ്ടി കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വലിയ 2 ബാഗ് കവറുകൾ ഇരിക്കണേ കാണിച്ചു തരാം. അത് നമ്മളവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തന്നിട്ട് ഇത് രണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ വന്നിട്ട് നമ്മൾ വാങ്ങിയത് ഒരു സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടി സ്റ്റാർ ബ്രൈറ്റ്. നമ്മൾ റേറ്റ് കുറവ് നോക്കി അപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് സ്റ്റാർ ബ്രൈറ്റ്. പിന്നെ പപ്പടം വാങ്ങിച്ചു. പിന്നെ വേറൊരു ബോക്സ് ഉണ്ട്, അത് കാണിക്കാവേ. ഒരു ബോക്സ് കൂടി നമ്മൾ വാങ്ങിച്ചു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവന്നേക്കുവാണ്. കാരണം നമുക്ക് അവിടെ നിന്നിട്ട് ഇവിടെ വരെ എത്തിക്കണ്ടേ. കണ്ടോ, ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല രസം. ബോക്സ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിലൊന്ന് പൊടിയൊക്കെ കാണിച്ചു തരാം. ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തുറന്ന് കഴിച്ച് വയ്ക്കാൻ, പൊട്ടിച്ച സാധനങ്ങൾ വല്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയില്ല, ഇതിന് വേണ്ടി വാങ്ങിയതാണ്. ആദ്യമേ കാണിക്കുന്നത് രാജ്മിയാണ് കേട്ടോ. കുറേ ഇതേപോലത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കയറല്ല, പരിപ്പില്ല കേട്ടോ, കടല, അങ്ങനെ സാധനങ്ങൾ. ഇത് രാജ്മയുടെ ഒരു പയറാണ്. രാജ്മ എന്ന് വെച്ചാൽ ഇവിടെ കുറേ പേര് കഴിക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ മെനു ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടപ്പോൾ നല്ലതാണെന്ന് അജുക്കായും പറഞ്ഞു, അങ്ങനെ വാങ്ങി. പിന്നെ വന്നിട്ട് വാങ്ങിയത് കടലയാണ്. ഇത് ലൂസായി വാങ്ങി. ബാക്കിയൊന്നും ലൂസായി കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇത് ഒരു നട്ട്സിൻ്റെയൊക്കെ ഒരു മിക്സ് ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഒരു പാക്കാണ്, ഒരു 500 ഗ്രാമിൻ്റെ. അത് വാങ്ങി. പിന്നെ വന്നിട്ട്
മില്ലറ്റാണ്. മില്ലറ്റ് കഞ്ഞി വയ്ക്കാൻ വേണ്ടി മില്ലറ്റ് വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് വാങ്ങിച്ചത് സേമിയ കേട്ടോ. നമുക്ക് സേമിയ വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ബിരിയാണിയോ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പിന്നെ ഇങ്ങനെ സേമിയ വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് ഇത് മക്രോണി ഇതേപോലെ തന്നെയാണ്. നമുക്ക് ഇതേപോലെ എന്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരാൻ പറ്റും. ഞാൻ ഇങ്ങനെ മക്രോണി വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് നമ്മുടെ എന്താണ് കിസ്മിസ് ഉണക്കമുന്തിരി അത് വാങ്ങിച്ചു. അതും റേറ്റ് ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതാണ് വാങ്ങിച്ചത് കേട്ടോ. ഇങ്ങനത്തെ എല്ലാം നല്ലത്. ഐ മീൻ ഇങ്ങനെ കുറേ ബേക്കറി ഒന്നും പ്രാവശ്യം വാങ്ങിച്ചതേ ഇല്ല സത്യം പറഞ്ഞാൽ. പണ്ടൊക്കെ ഞാൻ പോകുമ്പോൾ എപ്പോഴും ബേക്കറി ആയിരുന്നു വാങ്ങുന്നത്. പിന്നെ അതാണ് നമ്മുടെ ബോക്സ്. വലിയൊരു ബോക്സാണ്, വലിയൊരു കണ്ടെയ്നറാണ്, നമുക്ക് കുറേ സാധനം ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ വാങ്ങിച്ചത് ഈ സീഡ്സിൻ്റെ മിക്സാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിൽ 140 പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 140 തന്നെയായിരിക്കും. ഇത് നമുക്ക് കിട്ടിയത് 99 90 99 അങ്ങനെ എന്തോ ഇതിലാണ് കിട്ടിയത്. ഇത് നല്ല സംഭവമാണ്. ഓക്കെ, ഇതൊക്കെ ഡിമാർട്ടിൻ്റെ തന്നെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതിൽ കാണുന്നുണ്ട് ഡിമാർട്ട്. പിന്നെ വാങ്ങിച്ചത് ഇത് പിന്നെ വേറൊരു സംഭവമാണ്. ഈ എല്ലാം മിക്സ് ചെയ്തിട്ട്, അതായത് കടല, ബീൻസ്, പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്താണ് മിക്സ് ചന വദന ഫോർ സ്പ്രൗട്ട്. അജുക്ക ഇത് മുളപ്പിക്കാൻ വേണ്ടിയുള്ളതാണോ? എനിക്കറിയില്ല. എനിക്കറിയില്ല മുളപ്പിക്കാൻ വേണ്ടിയാണോ? ഫോർ സ്പ്രൗട്ട് എന്ന് കാണിക്കണേ. ഞാൻ വിചാരിച്ചത് ഇതൊക്കെ കൂടി എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു കറി പോലെ ഉണ്ടാക്കാനോ. പക്ഷെ ഇതിൽ ഫോർ സ്പ്രൗട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് പോയി ഒന്ന് റിസർച്ച് ചെയ്യണം, ഇത് എന്തിനാ ഉപയോഗിക്കണമെന്നുള്ളത്. ആക്ച്വലി ഇപ്പോഴാണ് ഇത് വായിക്കണേ. ഞാൻ വിചാരിച്ച് മിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഒരുമിച്ചിട്ട് കറിയൊക്കെ പോലെ ആക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് സ്പ്രൗട്ട് മേ ബി ചെറിയ മുളപ്പിക്കാനൊക്കെ ആയിരിക്കും, അറിയില്ല. പിന്നെ വാങ്ങിച്ചത് ഇത് പിന്നെ ഗുഡ് നൈറ്റ്. ഇതൊക്കെ ചളങ്ങിപ്പോയി എല്ലാ സാധനത്തിലും ഇരുന്നിട്ട്. ഇത് ഭയങ്കര കൊതുകൊന്നുമില്ല, കൊതുകുണ്ട്. അപ്പം അതിനൊന്ന് പരത്താൻ വേണ്ടി വാങ്ങിയില്ലേ അത്. ഓക്കെ, പിന്നെ വന്നിട്ട് പപ്പടമല്ല അപ്പളമാണ് വാങ്ങിയേക്കുന്നത്. അപ്പം നമ്മൾ ഒരു കവർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കവറിൽ എന്ന് പറയുമ്പം പെട്ടെന്ന് കിടന്ന് കഴിക്കും. പിന്നെ ഒരു ടോപ്പ് റാമൻ നൂഡിൽസ് വാങ്ങിച്ചു. ഇതാണ് ഞങ്ങൾ കൂടുതൽ വാങ്ങണം മാഗിനൊക്കെ ആയിട്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ വന്നിട്ട് മില്ലറ്റ് മ്യൂസ്ലിയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. അത് വാങ്ങിച്ചു. പിന്നെ കുറച്ചധികം കവറുകളുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ലൂസായിട്ട് വാങ്ങുന്ന സാധനങ്ങളില്ലേ, അത് ഒറ്റ കവറിലായി മാത്രം ഇരിക്കുമ്പം അത് പൊട്ടിപ്പോകാനും കീറാനൊക്കെ ചാൻസ് ഉണ്ട്. ഭയങ്കര തിന്നായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ 2 എണ്ണം അങ്ങനെ വേണ്ടി എടുത്തതാണ്. ഞാൻ പിന്നെ വാങ്ങിച്ചേക്കണത് ബിരിയാണി റൈസ്. വളരെ കുറച്ചായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളൂ, ലൂസായിട്ട് 1.5 കിലോയോ അത്രയും കൊണ്ട് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വന്നിട്ട് പിന്നെ ഞാൻ കോക്കനട്ട് ഓയിൽ വാങ്ങിച്ചു കേട്ടോ. നല്ല വെളിച്ചെണ്ണ വാങ്ങിച്ചു. ഇവിടെ എത്ര നാളും മറ്റേ പാമോയിൽ പോലത്തെ എണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ കുറച്ച് നന്നാകാൻ വിചാരിച്ചിട്ട്. ഇത് ആക്ച്വലി നല്ലതാണെന്ന് മറ്റും എനിക്കറിയില്ല. ഈ നമ്മൾ വാങ്ങുന്ന എല്ലാ കടയിൽ നിന്ന് കിട്ടണമെന്നും പാക്കറ്റിൽ കിട്ടുന്നതൊക്കെ എന്തെങ്കിലും എനിക്ക് മയങ്ങ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ, എനിക്കറിയില്ല. എങ്കിലും കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ഇഷ്ടമുണ്ടല്ലോ. അപ്പം ഞാനത് അങ്ങനെ ഒന്ന് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ വെള്ളക്കടല. പിന്നെ വീണ്ടും പാം ഓയിൽ വാങ്ങിച്ചു കേട്ടോ. പാം ഓയിൽ എന്തെങ്കിലുമൊക്കെ വറുക്കാനോ പിരിക്കാനോ അങ്ങനെയൊക്കെ. UG ഗോൾഡിൻ്റെ. പിന്നെന്താ പിന്നെ വാങ്ങിച്ചത് ചെറുപയർ. ഇതൊക്കെ ഡിമാർട്ടിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതൊക്കെ ലൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ലൂസൊന്നും കണ്ടില്ല, എല്ലാം തീർന്നിട്ടുണ്ടാവും തോന്നുന്നു. അപ്പം ഞാനൊന്നും വാങ്ങിച്ചില്ല. പിന്നെ റവ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഈ അടുത്തിടയ്ക്ക് ഞാൻ റവ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ചധികം റവ മേടിച്ചു. 2 കിലോ റവ വാങ്ങിച്ചു. പിന്നെ വന്നിട്ട് രജിക്കാൻ്റെ സാധനം സോയാബീൻ. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ സാധനത്തിലാണ് സോയാബീൻ വാങ്ങിച്ചു. പിന്നെ ഇത് പിന്നെ ഗീ റൈസിൻ്റെ അരിയില്ലേ, എന്താ അരിയുടെ പേര്, എന്താ ജുക്ക അരിയുടെ പേര്? മറ്റേ ജീര റൈസ്. നെയ്ച്ചോറിൻ്റെ വേണം, അത് വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചത് ഈ 5 കിലോയുടെ 5 കിലോ ഒന്നുമില്ല, പക്ഷെ ഇത് ഇപ്പം എത്ര കിലോയാ, ഒരു കാണുന്നില്ല എത്ര കിലോ, 4 കിലോ
1/2 കിലോയുടെ അടുത്ത് അരി വാങ്ങിച്ചു. ഇത് ഇവിടുത്തെ അരിയാണ് കേട്ടോ, മട്ടേരി അല്ല, ഇവിടുത്തെ സോന മസൂരി സ്റ്റീംഡ് റൈസോ അങ്ങനെ എന്തോ. പിന്നെ 2 സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് വാങ്ങിച്ചത് ഈ 1 കിലോയുടെ മാംഗോ പിക്കിളാണ് കേട്ടോ. കാരണം ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചില കറികളൊക്കെ കൂട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ കഴിച്ചാൽ കൊള്ളാവുന്നൊരു സാധനം പറ്റില്ല. അപ്പോൾ ഈ അച്ചാർ കൂട്ടി അടിപൊളിയായിരിക്കും. കാരണം ഞങ്ങളിവിടെ വന്ന സമയത്ത് എപ്പോഴും ഈ കടല തന്നെയായിരുന്നു, കടലാക്രമണമായിരുന്നു എല്ലാ ദിവസവും. ഒന്നല്ലെങ്കിൽ വെള്ളക്കടല, അല്ലെങ്കിൽ പച്ചക്കടല, അല്ലെങ്കിൽ മറ്റേ കറുത്ത കടല, അല്ലെങ്കിൽ പിന്നെ വയർ, ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ അപ്പം ഞങ്ങൾ ഓൺലൈൻ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ്, അതായത് മറ്റേ ഇൻസ്റ്റാമാർട്ടിലൊക്കെ നോക്കിയപ്പം ഒരു 1/2 കിലോയ്ക്ക് തന്നെ 79 80 അങ്ങനത്തെ 79 കുറഞ്ഞ റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയപ്പം സ്വസ്തിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ, കേട്ടിട്ടൊന്നുമില്ല, നോർത്ത് ഇന്ത്യനൊക്കെയാണ്, ഒന്നും കുഴപ്പമുണ്ടാവില്ല നമുക്ക്. മാംഗോ പിക്കിള് കണ്ടു, അപ്പോൾ അതെടുത്തു. ആ ഒരു സെക്ഷൻ ഫുള്ള് ഇല്ല, ആൾക്കാർ എടുത്തെടുത്ത് തീർന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ എങ്കിലെന്ന മാംഗോ തന്നെ, മാംഗോയും പിന്നെ ലെമണും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തിട്ട് പോയേക്കണത് മാംഗോ പിക്കിളാണ്. അപ്പം ഞാൻ വിചാരിച്ചത് മാംഗോ നല്ലതായിരിക്കും വിചാരിച്ചിട്ട് മാംഗോ പിക്കിൾ എടുത്തു 1 kg. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചിട്ട് ഒരു ഹാർപ്പിക്കിൻ്റെ സാധനമാണ് കേട്ടോ, ബാത്റൂം ക്ലീനർ. മറ്റേ ഹാർപ്പിക്ക് മാത്രമേ ഉള്ളൂ. ഇത് ഹാർപ്പിക്കിൻ്റെ മറ്റേ ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ തറയൊക്കെ ക്ലീൻ ആക്കില്ല, ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യണേ, ആ സംഭവം അതാണ് വാങ്ങിച്ചത്. അപ്പം ഇത്രയൊക്കെയാണ് ഇപ്രാവശ്യം ഡിമാർട്ടിൽ പോയപ്പോൾ വാങ്ങിയത്. പിന്നെ ഇതൊക്കെ കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എല്ലാം ഉണ്ടാവാൻ 34 ഐറ്റംസ് അങ്ങാണ്ടാ തോന്നുന്നു ഇതിൽ കാണിക്കുന്നത്. അപ്പം അത്ര സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 1-2 മാസത്തേക്ക് ഉള്ളതുണ്ട്. എല്ലാം തീർന്നപ്പം ഇവിടെ വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ ഇടുന്നുണ്ടാവുന്നുള്ളൂ. അപ്പം എല്ലാം കൂടിയിട്ട് തീർന്നിട്ട് വാങ്ങാൻ വേണ്ടി ഇരുന്നതാണ്. ഇതിലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ. അപ്പം അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ